ഇപ്പോൾ ശ്രീ മനാഫ് ഈ ലോറിയുടെ ഉടമ കൂടി ചേരുകയാണ്. മനാഫ് ദിവസങ്ങളായി ആ ദൗത്യത്തിനൊപ്പം അർജുന് വേണ്ടി കാത്ത് ആ ദുരന്ത ഭൂമിയിലുണ്ട്. മനാഫ് ഇന്നത്തെ തെരച്ചിലും പൂർത്തിയാകുന്നു എന്നുള്ള വാർത്തകൾ തേങ്ങലോടുകൂടിയാണ് വാസ്തവത്തിൽ പുറത്തുനിന്ന് ഞങ്ങളൊക്കെ കേൾക്കുന്നത്. എന്താണ് മനാഫ് അവിടുത്തെ അവസ്ഥ? ഇനിയും വിശ്വസിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അവിടുത്തെ സംവിധാനങ്ങളെ? ഇന്നിപ്പം കാര്യം മനാഫ് അല്ലേ, ഇത് മനാഫിന്റെ ബ്രദറാണ്. ഒരു മിനിറ്റ്, മനാഫ് വന്നിട്ടുണ്ട്, കൊടുക്കാം. കൈരളി ന്യൂസ് എന്നാണ്. ഹലോ, മനാഫ് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മനാഫ് ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുകയായിരുന്നു, ഇന്നത്തെയും തെരച്ചിൽ ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്ക് വരുന്നത് പോലെ കൃത്യ ടൈം ടേബിൾ വെച്ചാണ് തെരച്ചിലിന് വേണ്ടി വരുന്നത്. ഇന്നും 7 മണിയായപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു, നാളെ തുടരുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയും വിശ്വാസത്തിൽ എടുക്കേണ്ടത് ഇവരെയൊക്കെ? ആക്ച്വലി ഇത് നമുക്കിത് അവരില്ലാതെ നിൽക്കണതാണ് ഏറ്റവും നല്ലത്. ഹലോ, പറഞ്ഞോളൂ മനാഫ്, കേൾക്കുന്നുണ്ടോ? ഇത് ഞങ്ങൾക്ക് മലയാളികൾക്ക് മാത്രം വിട്ടുതരുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങള് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ മൊത്തം കേരളത്തിൽ നിന്ന് വന്ന ആളുകൾ ആണ് ഈ റെസ്ക്യൂ ഒക്കെ ചെയ്തത്. അതിനുവേണ്ടി പണികൾ നടന്നിക്കണ്. ഹലോ, കേൾക്കുന്നുണ്ട് മനാഫ്. മനാഫിന്റെ ശബ്ദം കേൾക്കാനായി ഞാൻ മൗനം പാലിക്കുകയാണ്. മനാഫ്, ഇപ്പോൾ പറയുന്ന തരത്തിൽ ഈ രക്ഷാദൌത്യത്തിന്റെ ഒരു ചുമതലയുണ്ടല്ലോ, അത് പൂർണ്ണമായും നമ്മൾ മലയാളികളുടെ കയ്യിലേക്ക് തരാൻ അധികൃതർ തയ്യാറാകുന്നുണ്ടോ മനാഫ്? ഇപ്പൊ എന്താ അറിയില്ല, മുഖ്യമന്ത്രി വന്നപ്പോ മുഖ്യമന്ത്രിന്റെ പിന്നാലെ ഇവരെല്ലാരും പോയപ്പം ഗ്രൗണ്ട് കാലിയായി കിട്ടീനു. അതുകൊണ്ട് നമുക്ക് നല്ല പണിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പണി ആണ് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അത് മാത്രല്ല, ഞങ്ങൾക്കും അവിടെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങള് മറ്റ് രക്ഷാപ്രവർത്തകരായ നമ്മൾ കൊണ്ടുവന്ന ആളുകൾ എല്ലാരും, അതേമാതിരി മിലിറ്ററിന്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാരും കൃത്യമായി കേട്ട് അത് അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോയി. മനാഫ്, അതായത് ഈ മുഖ്യമന്ത്രി വന്നു പോയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെയും കളം വിട്ടു എന്നതാണോ മനാഫ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതെ, എല്ലാരും പോയി. പിന്നീട് അവിടെ വൈകുന്നേരമൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ മലയാളികളും ഒപ്പം തന്നെ സൈന്യത്തിന്റെ സേവനം എങ്ങനെ ഉപയോഗിക്കാനാകുന്നു? സൈന്യം ഓരോ കയ്യിൽ ഒരു എക്യുപ്മെന്റ്സ് ഇപ്പൊ ഇല്ല. നാളെ ഒരു ബൈ എയർ ഗോവയിലേക്ക് എന്തൊക്കെ എക്യുപ്മെന്റ്സ് എത്തിക്കുന്നുണ്ട്. അത് ബൈ റോഡ് ഗോവയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രാവിലെ തന്നെ എത്തിക്കാനുള്ള പരിപാടി ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥനും നല്ല ഒരു സഹകരണം, നല്ലൊരാളാണ്. പിന്നെ അതേമാതിരി തന്നെ ഈ NDR ഓരുണ്ട്, നാഷണൽ ഡിസാസ്റ്റർ, അതിന്റെ ഹെഡും ഉഷാറാണ് ഇപ്പൊ. മനാഫ്, ഇന്ന് വൈകുന്നേരം അവിടുത്തെ റവന്യൂ മന്ത്രിയൊക്കെ റോഡിലെ മണ്ണ് നീക്കം ചെയ്തു 98% എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് കേട്ട നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് ഈ തെരച്ചിൽ നടത്തേണ്ടിയിരുന്ന സ്ഥലങ്ങളിലൊക്കെ മണ്ണ് നീക്കിയെന്നാണ്. പിന്നെയാണ് മനസ്സിലാകുന്നത് റോഡിലെ മണ്ണിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. അർജുന്റെ വാഹനമുണ്ട് എന്ന് കരുതുന്ന ആ വളവ് അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്ന സ്ഥലം, അവിടുത്തെ മണ്ണ് നീക്കിയിട്ടുണ്ടോ? അതെ, സ്റ്റാർട്ടിങ് മുതൽ തന്നെ റോഡിലെ മണ്ണ് തന്നെയാണ് ഓരോ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാണ്. ഓരോ ഉദ്ദേശം ആ റോഡിലെ മണ്ണ് മാറ്റുക, ഗതാഗതം യോഗ്യമാക്കുക, ബാക്കി പരിപാടിയൊക്കെ അവിടെ അവസാനിപ്പിക്കാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് മലയാളികൾ സമ്മതിച്ചില്ല. അതാ ഇപ്പൊ പ്രശ്നമായത്. ഇന്നിപ്പോൾ പുഴയിലേക്ക് തെരച്ചിൽ വീണ്ടും കേന്ദ്രീകരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം നടക്കുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്ന മറ്റു ചില ലോറി ഡ്രൈവർമാരൊക്കെ പറയുന്നുണ്ട് അത് പുഴയിലേക്ക് വീണു പോകാനുള്ള സാധ്യത ഒരു തരത്തിലും ഇല്ല എന്ന്. ഇപ്പോൾ പറഞ്ഞോളൂ മനാഫ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്? ആ ഭൂപ്രദേശത്തിന്റെ ഒരു ഘടനയൊക്കെ വെച്ചിട്ടാണോ? അതെ, അത് അതിന് വലിയൊരു എഞ്ചിനീയറിംഗ് ഒന്നും ആവശ്യമില്ല. അവിടെ പുഴയിലേക്ക് ഒരിക്കലും ഈ നമ്മളെ വണ്ടി പോവില്ല. പോയിട്ടുണ്ടെങ്കിലും നമ്മൾ സ്വന്തം എല്ലാ ഗ്രാമത്തിലും പോയി നോക്കിയത് ഈ ഇത് അഥവാ പുഴയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മരം മൊത്തം അടിച്ചു തെറിച്ചിട്ടേ പോവുള്ളൂ. ഹലോ, ഇത് ആ പരിസരത്ത് എവിടെ പോലും ഒരു കഷ്ണം മരമില്ല. നമ്മളെ മരം പ്രത്യേകം മനസ്സിലാവും. കർണാടക ഗവൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പോ മരങ്ങളാണ്. അത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് കാട്ടുകൂടി ഒഴുകി വരുന്ന മരവും
ഫോറസ്റ്റ് ഡിപ്പോന്ന് എടുക്കുന്ന മരവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അല്ല, ഒരിക്കലും ഇത് പുഴയിലേക്ക് എത്തിയിട്ടില്ല. ശരി മനാഫ്, ഇനിയിപ്പോൾ എവിടം കേന്ദ്രീകരിച്ചാണ് മനാഫ് ആ സ്ഥലത്തിന്റെ ഭൂഘടനയെ കുറിച്ച് എനിക്ക് മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ. ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണോ ഇനിയിപ്പോൾ നമ്മൾ മലയാളികളുടെ രക്ഷാദൌത്യ സംഘം തെരച്ചിൽ നടത്തുന്നത്? മണ്ണ് നീക്കാൻ ഇപ്പൊ നമ്മളെ കൈ കിട്ടിയപ്പോ നമ്മൾ അതിനെ എന്താക്കി, മിലിറ്ററിനോട് പറഞ്ഞ് ഒരു സൈഡ് മിലിറ്ററി ആളുകളും ഒരു സൈഡ് നാഷണൽ ഡിസാസ്റ്റർ ടീമും അതിലേക്ക് എല്ലാരും നമ്മള് മലയാളികളും എല്ലാരും കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇതിപ്പോ മുന്നോട്ട് കൊണ്ടുപോവുക. രാത്രി ആയതിനു ശേഷം ആ പ്രദേശത്ത് തങ്ങാൻ അനുവദിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ ഓടിക്കുക. മനാഫ്, അവിടെ ഇപ്പോൾ മനാഫുണ്ട്, മനാഫിന്റെ അനുജനുണ്ട്, അർജുന്റെ സഹോദരനുണ്ട്. നമ്മൾ മലയാളത്തിലെ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ പ്രിയപ്പെട്ടവനെ കാത്തിങ്ങനെ നിങ്ങളുടെ എല്ലാ യാതനകളും ആ നിലയിൽ ഉൾക്കൊള്ളുകയാണ് മനാഫ്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ഉറക്കം, ഇതൊക്കെ എങ്ങനെയാണ് മനാഫ്? 6 ദിവസമായില്ലേ? നല്ല പനിയാണ്. നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും, എനിക്കടക്കം 2 ദിവസമായി പനി, സുഖമില്ല. സൗണ്ട് തന്നെ കേട്ടാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ താമസമൊന്നുമില്ല. ഇത്ര 150 മലയാളികളോളം ഇവിടെ ഉണ്ട്. ഭക്ഷണമില്ല. ഇന്നൊക്കെ നമ്മളെ ഈ രക്ഷാദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള് കഴിച്ചത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് ഒരിക്കലും ഈ 150 ആൾക്കാര് എനിക്ക് ഭക്ഷണം കൊടുത്ത് കൊണ്ടുനടക്കാൻ കഴിയൂല. ഞാൻ ഇന്ന് കർണാടക ഉള്ള ആളുകളെ, അത് ചെറുപ്പക്കാരായ കുറച്ച് ആൾക്കാർ ഇന്നലെ കർണാടക ചാനലുകളിൽ ഇതിന്റെ ഒരു ഇത് വന്നിനു. അതിനുശേഷം ഇന്ന് ഉച്ച മുതൽ കർണാടകയിലുള്ള പല ഭാഗത്തുള്ള യുവാക്കളൊക്കെ ഇപ്പൊ ഇറങ്ങി വന്ന് അവര് നിർബന്ധിച്ചിട്ട് ഞാൻ ഇന്ന് ഒരു ഫേസ്ബുക്കിലും, കാരണം കർണാടക മീഡിയയിലൊന്നും നമ്മളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വരുന്നില്ല. അപ്പൊ അവരെന്നെ സ്വയം മുന്നോട്ടിറങ്ങി വീഡിയോ എടുത്ത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചിരിക്കണ് യുവാക്കളൊക്കെ ഇറങ്ങണം എന്നുള്ളത്. നോക്കാൻ നാളെ അത് എവിടെ വരെ എത്തും എന്നുള്ളത്. ആളുകൾ ആരുമില്ല. അവരെന്നെ പറയുന്നുണ്ട്, കർണാടകയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് തന്നെ നാണക്കേടാവണ്. ഈ വന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം വരെ ഞമ്മക്കാർക്കും കൊടുക്കാൻ കഴിയില്ല. ഒരു ഭക്ഷണം പോട്ടെ മാം, അവിടെ തൊട്ടടുത്ത് ഒരു ബക്കറ്റ് വെള്ളം കുടിക്കാൻ വെച്ചിരുന്നെങ്കിൽ അതുപോലും ഇല്ല. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. ഞാൻ, എന്റെ ബ്രദേഴ്സ് എല്ലാരും ഒരു ഭാഗത്ത് ഈ ആളുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോട് ഓട്ട. ഒരു ഭാഗത്ത് ഭക്ഷണം എങ്ങനെയെങ്കിലും എത്തിക്കണം, ഒരു ഭാഗത്ത് ഇവരെ തമ്മിൽ ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. പല പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നും ആരെങ്കിലും ഒക്കെ, നമ്മുടെ ഒരുപാട് സന്നദ്ധ സംഘടനകളും ഈ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും അവിടെ വരികയാണെങ്കിൽ, സഹായിക്കാനായിട്ടും ഭക്ഷണവുമായിട്ടും ഒക്കെ വരികയാണെങ്കിൽ അവരെ കടത്തിവിടാനോ സ്വീകരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടോ മനാഫ്? ഒരുപാട് പേര് ഇപ്പോൾ ചർച്ച കാണുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ മീഡിയാസ് ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിന്റെ മുമ്പേ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ചാനലിൽ വന്ന് സംസാരിച്ചിട്ടില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചാനലിൽ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ കോൺഫിഡന്റോട് പറയാൻ പറ്റും, ഈ മീഡിയന്റെ പവർ 1.5 പവറാണ്. ആ പവർ കൊണ്ട് എവിടോ കിടന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി, കർണാടകന്റെ മുഖ്യമന്ത്രി ഇന്ന് ചളിയിൽ ചവിട്ടി വന്നിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചത് ഞങ്ങൾ, ഈ മീഡിയ, അതേമാതിരി കേരളത്തിലെ ജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചത്. അതിന്റെ പവർ എന്താണെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പം മനസ്സിലായി. പക്ഷെ ഈ മീഡിയ ഉള്ള ദിവസം വരെ ഈ തെരച്ചിൽ ഉണ്ടാവും. കഴിഞ്ഞാൽ ഇതൊക്കെ നിൽക്കും. തെരച്ചിൽ അവസാനിപ്പിക്കുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ ഉണ്ടോ മനാഫ്? ഇന്നത്തെ ചില പ്രതികരണങ്ങൾ അങ്ങനെയും കാണുന്നു. എന്റെ ഉള്ളിലുള്ള പേടി അതാണ്. ഇവരിത് എങ്ങനെങ്കിലും തെരച്ചിൽ അവസാനിപ്പിച്ച് പരിപാടിയിൽ ഇത് മറ്റേ പുഴയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് നിർത്താനുള്ള പരിപാടിയാണ്. കാരണം അവർക്ക് ചിലപ്പോ ചെലവുണ്ടാവും. ഞാൻ ഈ ഇതിലൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ 3 ദിവസം കൊണ്ട് 40 കോടി റുപ്യ ഇതുവരെ ഒരു പരിചയമില്ലാത്ത ഒരു ചങ്ങായിക്കും വേണ്ടിയിട്ട് ഞങ്ങള് പിരിച്ച്
സൗദി അറേബ്യയിലേക്ക് കൊടുത്തയച്ച ആൾക്കാരാണ്. ഇനി ഈ മൊത്തം കാണുന്ന ചെലവ് നിങ്ങൾക്ക് എത്രയാണോ ചെലവ് വരുന്നത് ആ ചെലവ് 2 ദിവസം കൊണ്ട് കേരളത്തിലുള്ള സകല ജനങ്ങളും കൂടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇത് പറയേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഈ JCB ഇല്ല, ആവശ്യത്തിനുള്ള വണ്ടി ഇല്ല. ഞങ്ങളെ ഈ അവസ്ഥ കണ്ടിട്ട് കേരളത്തിലുള്ള പല ഭാഗത്തുനിന്ന് JCB ഡ്രൈവർ, ലോറി ഡ്രൈവർമാർ എല്ലാത്തിനും ആൾക്കാരുണ്ട്. എക്യുപ്മെന്റ്സ് ഞങ്ങളെ കയ്യിലില്ല. ആ എക്യുപ്മെന്റ്സും കൂടി തന്നു കഴിഞ്ഞാല് നിങ്ങളെ പാടായി എന്ന് പറഞ്ഞിട്ട് ഒരു വിട്ടെന്നാ മതി. എന്നാ ഇത് ഈ പരിപാടി നേരത്തെ കഴിയേന്. ഇതിങ്ങനെ നീണ്ടുപോവാണെങ്കിൽ നാളെയും കിട്ടുമെന്ന് വരെ പ്രതീക്ഷയില്ല. ഓരോരുത്തരെ എന്താ പറയാ ശാരീരിക അവസ്ഥ വളരെ മോശമായി പോവാണ്. നമ്മളത് മാത്രല്ല, ഇവിടെ നിൽക്കണ മീഡിയ ആളുകൾ വരെ സുഖമില്ലാതായി പോവാണ്. അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉള്ള സ്ഥലത്താണ് ഈ വണ്ടി വന്നിട്ട് കുടുങ്ങിപ്പോയത്. ഇവരതൊക്കെ എന്തൊക്കെയോ ആയിക്കണ്. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. തീർച്ചയായും അതൊക്കെയും മനസ്സിലാക്കുന്നു മനാഫ്. ഇതിന് ഒന്നാമത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ദിവസവും രാവിലെ ഇറങ്ങുമ്പോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കഴിച്ചിലാവും വിചാരിച്ച് നിൽക്കണേ. രാത്രി ആകുമ്പോഴത്തേക്ക് ആകെ മൂഡ് ഓഫ് ആയി പോവാണ്. നമ്മളെ മാത്രം ബുദ്ധിമുട്ടായിട്ട് മാത്രം തോന്നില്ല. ഇത് ഞമ്മക്ക് വേണ്ടി ബുദ്ധിമുട്ട് വന്ന ആളുകള് അതിൽ ഇൻക്ലൂഡിങ് മീഡിയാസ് അവരൊക്കെ ടയേർഡായി പോവാണ്. ഇവന് കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട്. ശരിയാണ് മനാഫ്, വളരെ വ്യക്തമാണ്. അങ്ങയുടെ എല്ലാ ഹൃദയവികാരങ്ങളും മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഹൃദയം കൊണ്ട് മനാഫിനെ പോലുള്ള നിരവധി ആളുകളെ കേരളം ഈ സമയത്ത് ചേർത്ത് പിടിക്കുക കൂടി ചെയ്യുകയാണ്. മനാഫ് പറഞ്ഞതിൽ കൂടുതൽ അതിലൊന്നും പറയാനില്ല. പക്ഷേ മനാഫ് മറ്റൊരു കാര്യം പറഞ്ഞത് പ്രധാനമാണ്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും എല്ലാം മറന്ന് ഭക്ഷണവും വെള്ളവും രക്ഷാപ്രവർത്തനവും ഒക്കെയായി ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് മലയാളികൾ, യുവാക്കളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരോടുള്ളൊരു ആഹ്വാനം കൂടിയാണിത്. കഴിയുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ മേഖലയിലേക്ക് ഇപ്പോൾ അവിടേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമുണ്ട്, അതിന് സാധിക്കുന്നുണ്ടെന്ന് മനാഫ് പറയുന്നുണ്ട്. ചുരുങ്ങിയ പക്ഷം ഭക്ഷണമെങ്കിലും അവിടെ എത്തിക്കാനുള്ള സംവിധാനം നമ്മളെ കൊണ്ടാകുന്ന തരത്തിൽ, ഒരുപക്ഷെ 200-300 കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഇപ്പോഴവിടെയുള്ള എല്ലാ മനുഷ്യർക്കും വലിയ ആശ്വാസമാകും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.